നിങ്ങൾ ആശുപത്രിയിൽ പോകാറുണ്ടോ? ആശുപത്രിയിൽ പോയി ചികിത്സ തേടാറുണ്ടോ? എന്തു വിഡിത്തമല്ലേ ഞാനീ പറയുന്നത്. ഞാനിത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഇത് വേറെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ്. അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജിൻ്റെ സമയം ഡിലേ ആകുന്നെന്ന് പറഞ്ഞ് അവിടെയുള്ള സ്റ്റാഫുമാരെ കൊങ്ങാക്കി പിടിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ബില്ല് താമസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആശുപത്രിയിൽ കുറേ ദിവസം കിടന്നതിന് ശേഷം എങ്ങനെയൊരു വീട് പിടിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടാകും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദേ ഇന്ന് ഡിസ്ചാർജ് ഡോക്ടർ എഴുതിയിട്ട് പോയി, എന്നാൽ ഡിസ്ചാർജ് ആക്കുന്നുമില്ല. നേരെ അങ്ങ് കലി പിടിക്കുന്നു. ആദ്യം നേഴ്സിംഗ് സ്റ്റേഷനിൽ ചെല്ലുന്നു. നേഴ്സുമാർ കൊങ്ങാക്കി പിടിക്കത്തില്ലെങ്കിലും കൊങ്ങാക്കി പിടിക്കുന്ന ഒരു പരുവത്തിൽ ചെന്നിട്ട് അവരോട് 4 ചാട്ടം, ഞങ്ങളെ ഇറക്കി വിടുന്നില്ലേ, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ ശരിയാക്കി തരും. അങ്ങനെയുണ്ട്. അങ്ങനെ അവിടെ ബഹളം വെക്കുമ്പോൾ നേഴ്സുമാർ ഗതി കേട്ടിട്ട് ആശുപത്രിയിലെ പി ആർ ഒമാരെ വിളിക്കും. പി ആർ ഒമാർ ഒരു തരത്തിൽ കയറി വന്നു കഴിയുമ്പോൾ അവിടെയുള്ള പി ആർ ഒസിനെ എല്ലാം എടുത്ത് കോട്ടയാനുള്ള കാലിപ്പിൽ എരച്ചു കുത്തി വരും. നീയൊക്കെ ഇവിടെ ഞങ്ങളെ പിടിച്ചിട്ടിട്ട് ഞങ്ങളുടെ കാശ് മുഴുവൻ പിടുങ്ങിയെടുത്തിട്ട് അവസാനം ഞങ്ങളെ വിടത്തില്ലല്ലടാ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും വന്ന് നമ്മുടെ നേരെ പ്രയോഗിക്കും. അതിനുശേഷം കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്തായാലും, അതായത് ഇൻഷുറൻസ്, ആശുപത്രിക്കുള്ളിൽ ഒരു ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് ഈ ഇൻഷുറൻസിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം പ്രോസസ്സ് ചെയ്ത് കമ്പനിക്ക് അയക്കുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വിളിക്കും. അവർ വരുമ്പം അവരെയും കയറി അങ്ങ് നിരപ്പാക്കി കളയും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആർക്കും അറിയാത്ത കാര്യമാണ്. നേരെ വന്ന് കുത്തിന് പിടിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കുത്തിന് പിടിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇൻഷുറൻസ് കാർഡ്, അതായത് ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസ് കാർഡ് നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ എല്ലാ രീതിയിലുള്ള പരിഗണനകളും നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എത്ര രൂപയുടെ സ്കീമാണോ, 10 ലക്ഷത്തിൻ്റെ കാണും 1 ഇയർ, അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് കാണും, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കും. അതനുസരിച്ച് റിച്ച് ആയിട്ടുള്ള റൂമൊക്കെ എടുത്ത് റിച്ചായിട്ട്, അല്ല ആശുപത്രി പോകുന്ന റിച്ചായിട്ട് കിടക്കാനല്ലല്ലോ, മേലാകെ മാറാനല്ലേ, എന്നാലും കുറച്ചൊക്കെ പത്രാസ് കാണിക്കുക ഈ ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ അസുഖമൊക്കെ ഭേദമായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അതേ കിടക്കുന്നു. സിസ്റ്ററെ, നേഴ്സിംഗ് സ്റ്റേഷനിൽ സിസ്റ്റർ ഞങ്ങളെ എപ്പോഴാണ് വിടുന്നത്? അപ്പോഴത്തേക്കും സിസ്റ്റർ പറയും ബില്ലായിട്ടില്ല കേട്ടോ. ശരി, ആകുമ്പം പറ, തിരിച്ചു വരും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ആകാതെ വരുമ്പോഴത്തേക്കും സിസ്റ്ററെ ഞങ്ങളെ ഒന്ന് വിടാറായി. അപ്പം പറയും താമസമുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചിലരൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ചാടി കടിക്കും, ചിലരൊന്നുകൂടെ ക്ഷമ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറുകളൊക്കെ ഇതാകുന്നേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ മയത്തേക്ക് വിടും. അങ്ങനെ നിന്ന് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇരച്ച് നേഴ്സിംഗ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയും, രാവിലെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തതാ, നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് ഞങ്ങളെ വിടുന്നില്ല? നിങ്ങൾ ഈ കിടക്കുന്ന സമയത്തെ പൈസയും കൂടെ പിടുങ്ങാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഞങ്ങളെ ഇതുപോലെ, ഞങ്ങൾ പാവപ്പെട്ടവരുടെ കാശ് നിങ്ങൾ പിടുങ്ങിയെടുക്കുമല്ലേ? എല്ലാ ആശുപത്രിക്കാർക്കും ഈ ഒരു അവസ്ഥ വരാറുണ്ട്. ശരിക്കും ഇനി ഞാൻ കഥയിലേക്ക് വരാം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിലേ മുഴുവൻ ആശുപത്രിക്കാരുണ്ടാക്കുന്നതല്ല. നമ്മൾ ഈ അയച്ചു കൊടുത്ത ബില്ല്, ഇൻഷുറൻസിൻ്റെ പേപ്പറുകൾ അപ്രൂവൽ തരേണ്ടത് ആ കമ്പനിയിൽ നിന്നാണ്. ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ആ കമ്പനിയിൽ നിന്നാണ് അപ്രൂവൽ കിട്ടേണ്ടത്. ആ കമ്പനിയിൽ നിന്ന് അപ്രൂവൽ കിട്ടാതെ താമസിക്കും തോറും ആശുപത്രിയിൽ വൈകും. സാധാരണ ഒരു ഡിസ്ചാർജ് പറഞ്ഞാൽ പോലും ഡിസ്ചാർജിൻ്റെ സമയത്ത് രാവിലെ, ഇൻഷുറൻസ് അല്ലാത്തവരുടെ കാര്യം പറയുന്നത്, ഡിസ്ചാർജിൻ്റെ സമയത്ത് രാവിലെ എന്താ സംഭവിക്കുന്നത്? ഡോക്ടർ വന്ന് ഡിസ്ചാർജ് പറയും. 10 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 10 പേരെയും ഡിസ്ചാർജ്, ശരി, ഒരു 10 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 10 പേര് ഒന്ന് ഇറങ്ങുകയെന്ന് വെച്ചോ. അത്രയും പേര് പോകത്തില്ല, പക്ഷേ എങ്കിലും 10 പേര് പോകാമെന്ന് വെച്ചു. 10 പേരുടെ അടുത്തും ചെന്നിട്ട് ഡോക്ടർ പറയും ഡിസ്ചാർജ് ആണേ എന്ന് പറയും. അപ്പോൾ എന്നാൽ ഇപ്പം തന്നെ പോയേക്കാന്നുള്ള കണക്കിൽ 1 മണിക്കൂർ കഴിയും, 2 മണിക്കൂർ. സംഭവം എന്നാ, ഡിസ്ചാർജ് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണെങ്കിൽ ഡോക്ടർ അവിടെ പറഞ്ഞതിന് ശേഷം തിരിച്ച് അവിടെ ചെന്ന് ഫയലെടുത്ത് ഡിസ്ചാർജ് മെഡിസിൻസും കാര്യങ്ങളും മൊത്തം എഴുതണം. ഇത് എഴുതി ടൈപ്പ് ചെയ്ത് വരണം. ഡോക്ടർ ഈ 10 പേരുടെ എഴുതണേ, ഓരോ ഫയലെടുത്ത്. 10 പേഷ്യൻസും 10 വ്യത്യസ്ത അസുഖക്കാരായിരിക്കും. ഇവരുടെ എല്ലാം കൃത്യം എഴുതണം. എഴുതിയതിന് ശേഷം വേണം അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റാക്കി അതിനുശേഷം മരുന്നെടുക്കണം. അങ്ങനെ പല പ്രോസസ്സുണ്ട്. ഭയങ്കരമായ താമസം ഉണ്ടാകും. ഈ താമസങ്ങളുടെ എല്ലാ ഇടയിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻസും ഒക്കെ അവിടെ കത്തിച്ചങ്ങ് കയറും. ഞാനൊരു ആശുപത്രി വർക്ക് ചെയ്തതാണ്, ഇപ്പോഴും ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. കൊങ്ങാക്കി പിടിച്ച് പൊക്കി എറിഞ്ഞിട്ടുണ്ട്.
എന്താടാ ഞങ്ങളെ വീട്ടിൽ വിടുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ സംഗതി ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇൻഷുറൻസുകാരുടെ കാര്യമാണ്. ഇൻഷുറൻസുകാരുടെ ഇത് അപ്രൂവൽ വരണമെങ്കിൽ കമ്പനിയിൽ നിന്ന് വേണം. പല പേഷ്യൻസും ഇതുപോലെ തന്നെ വൈകുന്നേരം 5 മണി 6 മണി ആ സമയങ്ങളിലൊക്കെ അവിടെ നേരത്തുമായിരിക്കും ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻസ് വീട്ടിൽ പോകാൻ പറ്റാഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഇല്ല കേട്ടോ. ചിലർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് കുഴപ്പമില്ലേ. 7 മണി കഴിയുമ്പോഴത്തേക്ക് ഒരു വരവുണ്ട്. അപ്പോൾ ആ സമയത്ത് പാവം പിടിച്ചൊരു പിയാറോ കാണും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കാണും. ഓയ്യോ നേരത്തെ അലക്കി ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ വായി വരുന്ന ചിലപ്പോൾ പച്ചത്തെറിയായിരിക്കും, അല്ലെങ്കിൽ ആരുടെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന മാനേജ്മെൻറ്റിലുള്ള അവനെ ഞാൻ കാണിച്ചു തരാടോ അങ്ങോട്ട് നേരത്തെ. ഇനി ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരു സ്ഥാപനമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ സ്ഥാപനം, അവരുടെ തലപ്പത്തിരിക്കുന്നു ഞങ്ങൾ അവരുടെ ആളാണ്, ഇന്ന ആള് ഞങ്ങൾക്ക് മെത്രാൻ പറഞ്ഞ് മെത്രാൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യും, കത്തിക്കും, നിൻ്റെയൊക്കെ ജോലി അവിടെ തീർപ്പിക്കും. അങ്ങനെ പല ആൾക്കാരും എങ്ങനെ അങ്ങോട്ട് ഇറങ്ങും. ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആശുപത്രിക്കാർക്കല്ല പ്രശ്നം. ആശുപത്രിയിൽ ഡോക്ടർ കൃത്യമായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ എഴുതി മരുന്ന് കുറിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഡിസ്ചാർജ് മെഡിസിൻ വരെ എടുത്തിട്ടുണ്ടാവും വിടാൻ വേണ്ടി. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അപ്രൂവൽ വരാതെ എന്ത് ചെയ്യും? അത് വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ഇതുപോലെ കുന്നുകൂടി ആൾക്കാർ ഒരു കമ്പനി, ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരാശുപത്രിയിലെ മാത്രമല്ല പല ആശുപത്രിയിലെയും ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം വേണം അവർക്ക് അപ്രൂവൽ കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് റിജക്ഷൻ വരും. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഒരു 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വന്ന് കയറിയതിന് ശേഷം അവർ ഒന്നും അറിയേണ്ട ഇൻഷുറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിസ്ചാർജിൻ്റെ സമയത്ത് ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ഒരു റിജക്ഷൻ അങ്ങ് വരും. റിജക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ 10 പൈസ കിട്ടത്തില്ല, കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കണം. ആ സമയത്ത് കിട്ടുന്ന നല്ല പാട്ടത്തെറി അതും ആശുപത്രിക്കാരൻ്റെ മണ്ടക്കിരിക്കും. ഇൻഷുറൻസ് കമ്പനിക്കാരനോടൊന്ന് പോയി ചോദിക്കണേ, ചേട്ടാ എന്തിനാ റിജക്റ്റ് ചെയ്തതെന്ന്. അത് ചോദിക്കത്തില്ല, ആശുപത്രിക്കാരൻ പെട്ടക്ക് കയറാൻ വേണ്ടിയിട്ടിരിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പല ആൾക്കാരുടെയും ഒരു പല ഇൻഷുറൻസുകളും റിജക്റ്റായി പോകുന്നതിൻ്റെ കാരണങ്ങൾ. ചില പേഷ്യൻസിന് പ്രീവിയസ് ഹിസ്റ്ററി കാണും, അതായത് മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും അസുഖം. അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്നൊരു ഇൻഷുറൻസ് പ്രീമിയം എടുക്കുക, ഇൻഷുറൻസിൻ്റെ ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന, അല്ലെ അവരുടെ അടുത്ത് പോയി അവർ നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കും. നിങ്ങൾക്ക് പണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, അങ്ങനെ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും അസുഖം പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തെ ആശുപത്രിയിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? കിടന്ന് ഡിസ്ചാർജിൻ്റെ സമയത്ത് ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ അങ്ങ് വിട്ട് കഴിയുമ്പോൾ റിജക്ഷൻ വരും. എന്തുകൊണ്ട്? നേരത്തെ ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് റിജക്ഷൻ ആവുകയെ. അവിടെ ആർക്കിട്ടാ കിട്ടുന്ന കുത്ത്? ആശുപത്രിക്കാരൻ്റെ നെഞ്ചത്ത്. ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്. ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻഷുറൻസ് കമ്പനിക്കാർ പലരും ഇതുപോലെ എങ്ങനെ റിജക്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കമ്പനിക്കാർ തർക്കിക്കാൻ വന്നാൽ സമ്മതിക്കത്തില്ല, യാഥാർത്ഥ്യമാണ്. എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ പരമാവധിയും കിട്ടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ, ഈ പറയുന്നത് പോലെ നമ്മളത് അവരോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ആശുപത്രിക്കാരുടെ മെക്കിട്ടാണ് എന്നാലും കയറരുത്. പകരം ഇൻഷുറൻസ് കമ്പനി വിളിച്ച് ചോദിച്ച് അതിൻ്റെ ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ഇത്രയൊക്കെ വരപ്പിക്കണം. അല്ലാതെ പാവം ഡോക്ടർ, നേഴ്സ്, സ്റ്റാഫുമാർ അവിടെ ഉള്ളവരെല്ലാം നിങ്ങൾക്ക് കൃത്യം വേണ്ട പരിചരണവും തന്നു. ഡോക്ടർ, നേഴ്സുമാരെല്ലാം പരിചരണം തരുന്നു. ബാക്കി മറ്റ് കാര്യങ്ങളിലെല്ലാം ആശുപത്രിയുടെ മറ്റ് സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കൊരു ആശുപത്രി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, നേഴ്സുമാരും ഡോക്ടർമാരും അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ PROs, അങ്ങനെ മാത്രമല്ല സപ്പോർട്ടിങ് സർവീസിലുള്ള ആൾക്കാരുണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. സപ്പോർട്ടിങ് സർവീസിലെ ആൾക്കാർ എങ്ങനെയാണ് ഓരോ പേഷ്യൻസിനെയും കൃത്യമായിട്ട് എവിടെയെങ്കിലും സ്കാനിങ്ങിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ മുറിയിൽ നിന്നൊക്കെ ഇറക്കണമെങ്കിൽ, ഒരു പേഷ്യനെ പിടിച്ച് കയറ്റണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന ഒരുപാട് മസിൽ പിടിക്കേണ്ട പരിപാടിയാണ്. അവരും കഷ്ടപ്പെടുന്നതാണ്. പിന്നെ സെക്യൂരിറ്റീസ് അവരും കഷ്ടപ്പെടുന്നതാണ്. ഈ പറയുന്ന ആൾക്കാരെല്ലാം അടി പിടിക്കുന്ന സമയത്ത് പാവം സെക്യൂരിറ്റീസിനും കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇത്രയും നേരം ഇട്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ മേലാത്തവർക്ക് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇതിന് മുകളിൽ കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ എൻ്റെ അറിവിൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഒബ്ജക്ഷൻസോ അല്ലെങ്കിൽ മറ്റ് അറിയാവുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അപ്പോൾ നന്ദിയുണ്ടേ.